പ്രൈസ് ദി ലോർഡ്. ഞാൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം എൻ്റെ 5-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പ്രാരം പറയുന്നു. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനന്യൻ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ നമുക്കറിയാം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ തന്നെ സ്വന്തമായിട്ട് പറയുകയാകുന്നു. ഇവിടെ തന്നെത്താനെ ഉള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാകുന്നു. നമ്മൾ ജഡപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അഹങ്കരിക്കുവാനായിട്ട് ഇന്നൊന്നുമില്ല. നമ്മൾ ഈ കൃപയാലാകുന്നു വിശ്വാസം മൂലം രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നത്. അത് നമ്മൾ കാരണക്കാരല്ല, കർത്താവിൻ്റെ കൃപയൊന്ന് മാത്രമാകുന്നു. ജഡപ്രകാരം നമുക്ക് ഒന്നുമില്ല. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 8-ാം നാളിൽ പരിച്ഛേദനയായിട്ട്, അന്നത്തെ നിയമം അനുസരിച്ച് 8-ാം നാളിൽ പരിച്ഛേദനയേൽക്കണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്ത ഒരു വ്യക്തിയാകുന്നു. ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു, ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനായിരുന്നു, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായിരുന്നു. എന്നാൽ പരീശന്മാരെല്ലാവരും വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റായിട്ട് ചെയ്യും, അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമില്ലാതെ അവർ അങ്ങനെ ഓരോ റൂൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരായിരുന്നു. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനായിരുന്നു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്ത്യാനികളെ മുടിച്ചുകൊണ്ട്, സഭകളെ മുടിച്ചുകൊണ്ട് ഹല്ലേലൂയ ജീവിക്കുന്ന അങ്ങനെ ഒരു അധികാരിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ എങ്കിലും 7-ാമത്തെ വാക്യം, എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ഛേദമെന്നെണ്ണിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും, കുടുംബമഹിമയുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ രീതിയിലും പരീക്ഷനായിരുന്നു, അതുപോലെ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനായിരുന്നു. എല്ലാം ആയിരുന്നെങ്കിലും എല്ലാം കർത്താവിനെ അറിഞ്ഞപ്പോൾ ക്രിസ്തു നിമിത്തം, യേശു കർത്താവ് നിമിത്തം, ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഹല്ലേലൂയ. എനിക്കുള്ള അത്രയുമല്ല എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെണ്ണി. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത. ഹല്ലേലൂയ. കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അന്ന് വരെ അറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ക്രിസ്തുവിൻ്റെ അതുപോലുള്ള ഒരു ജ്ഞാനമല്ലായിരുന്നു, അതുപോലുള്ള ഒരു അറിവല്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നാകുന്നു. നമ്മളും കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ മക്കളായിട്ട്, ഇന്ന് രക്ഷിക്കപ്പെട്ട മക്കളായിട്ട് നമ്മൾ ജീവിക്കുന്നവരാകുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ സകലതും ഛേദമെന്ന് എണ്ണി മാറ്റിക്കളയുവാനായിട്ട് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത. പൗലോസ് അപ്പോസ്തലന് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അതെത്ര വലിയതാകുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചു. കർത്താവ് ആരാകുന്നു, ദൈവം ആരാകുന്നു, പരിശുദ്ധാത്മാവ് ആകുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിസ്ഡം എല്ലാം ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലനിൽ വന്ന് നിറഞ്ഞു. ശരിക്കും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എത്ര വലിയതാകുന്നു. കർത്താവ് ഇന്ന് നമുക്കുണ്ടോ? നമ്മൾ ഇന്നും പലതിനെയും മുറുകെ പിടിച്ചിട്ട് ജീവിക്കുന്ന എന്തുകൊണ്ടെന്നാൽ പലതും നമുക്കറിയത്തില്ല. നമ്മൾ കർത്താവിലോട്ട് വന്നതാണെങ്കിലും ഇന്നും ഹല്ലേലൂയ പലതിനെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ട് കളയുവാനായിട്ട് നമ്മൾ ഒരുക്കമല്ല.
കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിച്ചിട്ടുണ്ട്. ആമീൻ, ഹല്ലേലൂയ. ഇവിടെ ചിലത് വിട്ടെങ്കിൽ മാത്രമേ, ഇവിടെ പൗലോസപ്പോസ്തലൻ സകലതും ഛേദമെന്നെണ്ണി വിട്ടുകളഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആമീൻ, നമ്മളൊന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുറുകെ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള പഴയകാലത്തെ ജീവിതത്തിലുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പലതുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ്റെ കൂട്ട് നമുക്കും അത് സകലതും ഛേദമെന്നെണ്ണിക്കൊണ്ട് നമുക്ക് അത് വിട്ടുകളയാം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ശ്രേഷ്ഠത, അതിനുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അതാകുന്നു നമ്മളിൽ വന്ന് ഞറയേണ്ടത്. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടോ? ആവശ്യമാകുന്ന പരിജ്ഞാനത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠത നമുക്കുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ പരിജ്ഞാനം, ആ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. കർത്താവ് ആരാകുന്നു? കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? കർത്താവ് ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ആരാകുന്നു എന്ന് കർത്താവിനെ അറിയേണ്ടതുപോലെ നമ്മൾ ഓരോരുത്തരും അറിയുന്ന ഉടനെ നമ്മുടെ ജീവിതത്തിലും സകലതും യേശു ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്ന് എണ്ണിക്കളയുവാൻ പൗലോസ് അപ്പോസ്തലൻ ചെയ്തതുപോലെ നമ്മളെ കൊണ്ടും സാധിക്കും. അതിൻ്റെ താഴോട്ട് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, അപ്പോൾ കർത്താവിനെ, അപ്പോൾ ഈ അറിവ് കിട്ടിക്കഴിഞ്ഞ്, ഈ വിസ്ഡം കിട്ടിക്കഴിഞ്ഞ്, ഈ നോളജ് കിട്ടിക്കഴിഞ്ഞിട്ട് കർത്താവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്, കർത്താവ് തരുന്ന നീതി ലഭിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ ഏറ്റെടുക്കണം. അത് അവനിൽ ഇരിക്കേണ്ടതിന്, ദൈവത്തിൽ വസിക്കേണ്ടതിന് നമ്മൾ ഓരോരുത്തരും ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടിട്ട് കർത്താവിനെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സകലതും ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ജീവിച്ചതുപോലെ പൗലോസ് ജീവിച്ചതുപോലെ നമ്മളും അങ്ങനെ തന്നെ ആ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ കർത്താവ് അവനെ നേടേണ്ടതിന് എന്താ ചെയ്ത്? വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഒരു നീതിയുണ്ട്. ആ നീതി കടന്നു വന്നിട്ട് നമ്മൾ ഓരോരുത്തരും ആ നീതി കടന്നു വന്നിട്ട് അവനിൽ ഇരിക്കേണ്ടതിന്, ക്രിസ്തുവിനോട് കൂടെ വസിക്കേണ്ടതിന്, അവൻ്റെ മരണത്തോട് അവനിൽ വസിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ ഗോ ത്രൂ ചെയ്യാനായിട്ട്, സഹിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അവനിൽ ഇരിക്കേണ്ടതിന്, ക്രിസ്തുവിൽ എപ്പോഴും നമ്മൾ വസിക്കുന്നവരായിട്ട് മാറണം. 24/365 ഡേയ്സ് കർത്താവിനോട് കൂടെ വസിക്കേണ്ടവരാകണം. കർത്താവിനോട് കൂടെ നടക്കുന്നവരായി തീരണം. കർത്താവിൻ്റെ കൂടെ എപ്പോഴും ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു. നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നതെന്ന്. അത് സാധിക്കണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്തയാകണം. നമ്മൾ എന്ത് ജോലി ചെയ്താലും, ഓഫീസിൽ ജോലി ചെയ്താലും, വീട്ടിൽ ജോലി ചെയ്യുക, എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ നമ്മൾ ആരാധിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം. അപ്പം ഇവിടെ പറയുന്നത് അവനിൽ ഇരിക്കേണ്ടതിന്, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്തുവിൽ നമ്മൾ ഇരിക്കേണ്ടതിന്, എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ ഇരിക്കണമെങ്കിൽ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. അവൻ്റെ മരണത്തോട്, കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഹല്ലേലൂയ, കർത്താവ് ആ മരണത്തിൻ്റെ സമയത്ത് എന്തുവാ ചെയ്തത്? കർത്താവ് എന്തിനാണ് നമുക്ക് വേണ്ടി മരിച്ചു? ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ആ രക്ഷ കടന്നു വരുവാനായിട്ട്, നമ്മളെ വിടുവിപ്പാനായിട്ട്. അപ്പോൾ അവൻ്റെ മരണത്തോട് നമ്മൾ അനുരൂപപ്പെടണം. നമ്മളും കർത്താവ് ചെയ്ത പോലെ ചില സാക്രിഫൈസസ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം, മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി നേടുവാനായിട്ട്. ഹല്ലേലൂയ. ചിലതിനെയൊക്കെ ജീവിതത്തിൽ വേണ്ടാന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ നാമം ഉയരുവാനായിട്ട് കർത്താവിൻ്റെ ആ ഒരു മരണത്തോടൊന്ന് അനുരൂപപ്പെടണം. രണ്ടാമത്തേത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ആ പുനരുത്ഥാന ശക്തി, രണ്ടാമത് പറയുന്ന ഫസ്റ്റ് വൺ കർത്താവിൻ്റെ കർത്താവിൻ്റെ മരണത്തോട് നമ്മൾ അനുരൂപരാകണം. 2 അവൻ്റെ പുനരുത്ഥാന ശക്തി നമ്മൾ ഹല്ലേലൂയ, ശക്തിയെക്കുറിച്ച് നമ്മൾ അറിയണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. 3-മത്തേത് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും
അനുഭവിച്ചറിയണം. അവന് കടന്നുപോയതായിട്ടുള്ള കഷ്ടാനുഭവത്തിൻ്റെ ആ കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ നമ്മൾ തയ്യാറാകണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഏറ്റെടുത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അവൻ്റെ കൂടെ ഇരിക്കുന്നത്, അവൻ്റെ കൂടെ വസിക്കുന്നത്. നമ്മളെക്കൊണ്ട് ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല, ദിസ് ഇസ് ടു ഹാർഡ് ഫോർ മീ എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആമേൻ ഹല്ലേലൂയ നമ്മൾ പിന്നെ കർത്താവുമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് പ്രയാസമാകുന്നു. അതുകൊണ്ട് അത് എന്ന് വെച്ചാൽ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ആമേൻ പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഇവിടെയും പറയുന്നു, ഇതെല്ലാം പ്രാപിക്കേണ്ടതിന്, ഇങ്ങനെ ജീവിക്കേണ്ടതിന് ഞാൻ എല്ലാം ചവറെന്നെണ്ണി എൻ്റെ ജീവിതത്തിൽ സകലവും ചവറെന്നെണ്ണുന്നു, സകലവും ഛേദമെന്നെണ്ണുന്നു, സകലവും ചവറെന്നെണ്ണുന്നു. ഇത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കർത്താവിനോട് കൂടെയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നവനായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവരാകുന്നു. ആമേൻ ഹല്ലേലൂയ. നമുക്കും ലഭിച്ചു കഴിഞ്ഞു എന്നല്ല, എനിക്കും ലഭിക്കാമോ എന്ന് വെച്ചോണ്ട് ആമേൻ എല്ലാം തികഞ്ഞവനായി എന്നല്ല. ഇപ്പം നമ്മൾ പാടുമായിരിക്കാം, ചിലപ്പം വചനം പറയുമായിരിക്കാം, നമ്മൾ ആരാധന എടുക്കുമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തികഞ്ഞവനായെന്നല്ല, എനിക്കും പിടിക്കാമോ എന്ന് തികഞ്ഞവനായെന്നല്ല, ഞാൻ ക്രിസ്തുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും കൊണ്ട് അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണം. ആമേൻ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം, ഈ ലോകത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ജ്ഞാനവും എല്ലാം ഉണ്ട്. ലോകം എങ്ങനെ ജീവിക്കണം, എവിടെ പോകണം, എങ്ങനെയാകും, ഇനിയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എങ്ങനെയാകും, സകലതും ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം നമ്മളിലെല്ലാവരിലും ഉണ്ട്. എന്നാൽ വചനം നമ്മോട് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, ആമീൻ, അതിൻ്റെ ശ്രേഷ്ഠതയിലോട്ട് നമ്മൾ കടന്നു വരണം. അത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ മകളായിട്ട് ഈ ലോകത്തിൽ മകനായിട്ട് ജീവിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ നീതി, ആമീൻ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന ഒരു നീതിയുണ്ട്. ആ നീതി നമ്മളിലേക്ക് ലഭിച്ചിട്ട് അവനിൽ ഇരിക്കേണ്ടതിന്, കർത്താവിൻ്റെ കൂടെ നമ്മൾ എന്നും വസിക്കേണ്ടതിന് 3 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നതായിട്ടുള്ള, ഒന്ന്, കർത്താവിൻ്റെ ക്രൂശ് മരണത്തോട് നമ്മൾ അനുരൂപപ്പെടണം. 2, കർത്താവിൻ്റെ പുനരുത്ഥാന ശക്തി നമ്മൾ അറിയണം, അതെന്തവാ ശക്തി എന്തവാ. 3, ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങൾ, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, ഇവയെല്ലാം 3 നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് അറിയണം. ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പൗലോസ് പറയുന്നുണ്ട്, ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം ചവറെന്നെണ്ണി മാറ്റിക്കളയുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മകനും മകളുമാണെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചവറെന്നെണ്ണുവാൻ, എല്ലാം ഛേദമെന്നെണ്ണുവാൻ, ക്രിസ്തുവിൻ്റെ ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്കൊന്ന് കടന്നു വരുവാൻ, ലഭിച്ചു എന്നല്ല, ലഭിച്ചു കഴിഞ്ഞു എന്നല്ല, തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ കർത്താവിനാൽ പിടിക്കപ്പെട്ടു, നമ്മൾ ഓരോരുത്തരും കർത്താവിനാൽ പിടിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്കും ലഭിക്കുമോ എന്ന് കഴിയാനായിട്ട് ഞാൻ വരുന്നതേ ഉള്ളൂ, പിന്തുടരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ വചനം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. എല്ലാ മഹത്വവും ദൈവത്തിന് കരയേറ്റുന്നു. പ്രൈസ് ദി ലോർഡ്.